കുറേ ആളുണ്ട്. ഞാൻ കടവത്തിനെല്ലാം അറിയൂലേ? വേദനണ്ടാ പിടിക്കുമ്പോ ഈ കയ്യാ എല്ലാരും ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നില്ല നേരെ. നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ ജീവിതങ്ങൾ. അവർ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായ ഒരു സ്പർശമാണ്. ആ സ്പർശവുമായി കാസർഗോഡിൻ്റെ മണ്ണിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ്. കിടപ്പ് രോഗികളെ തേടി അവരുടെ വീട്ടുവാതിലേക്ക് എത്തുന്ന ആ സ്നേഹയാത്ര നമുക്ക് കാണാം. സേവനമെന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ്. രോഗശയ്യയിൽ തളർന്നുപോയവർക്ക് സാന്ത്വനത്തിന്റെ ഒരു കൈത്താങ്ങായി മാറുന്നതാണ് യഥാർത്ഥ പുണ്യം. കാസർഗോഡിന്റെ മണ്ണിൽ കാരുണ്യത്തിന്റെ പര്യായമായി മാറിയിരിക്കുകയാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ അഥവാ PTH. ഈ വലിയ പ്രസ്ഥാനത്തിന് പിന്നിൽ അചഞ്ചലമായ ഒരു നേതൃത്വമുണ്ട്. PTH ചെയർമാൻ ജനാബ് PM മുനീർ ഹാജി. കേവലം ഒരു പദവി എന്നതിലുപരി ഓരോ രോഗിയുടെയും കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങുന്ന അദ്ദേഹത്തിന്റെ സമർപ്പണമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഊർജം. സമൂഹത്തിലെ ഏറ്റവും അശരണരായവരെ ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഇന്ന് ഈ ഹോം കെയർ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. എന്താണ് ഈ ഹോം കെയർ വിസിറ്റ്? ഇത് വെറുമൊരു സന്ദർശനമല്ല. ആശുപത്രികളിലേക്ക് പോകാൻ പോലും കഴിയാതെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് ഇതൊരു പുതുജീവനാണ്. മരുന്നും ചികിത്സയും മാത്രമല്ല, നിങ്ങൾ തനിച്ചല്ല എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് PTH വോളണ്ടിയർമാർ ഓരോ വീട്ടിലും എത്തിക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരും അടങ്ങുന്ന ഈ സംഘം സ്നേഹത്തിന്റെ ഭാഷയിലാണ് ഓരോ രോഗിയെയും പരിചരിക്കുന്നത്. ഇന്ന് കാസർഗോഡ് മണ്ഡലം പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് പാലിയേറ്റീവ് കെയറിന്റെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കപ്പെടുകയാണ്. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമേകാൻ അവരുടെ വീട്ടുവാതിൽക്കൽ സാന്ത്വനവുമായി എത്തുന്ന ഹോം കെയർ വിസിറ്റിന് തുടക്കമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും PTH ചെയർമാനുമായ PM മുനീർ ഹാജിയുടെ ശക്തമായ നേതൃത്വമാണ് ഈ കാരുണ്യയാത്രയ്ക്ക് കരുത്തേകുന്നത്. ഈ പ്രവർത്തനങ്ങൾ വരും കാലത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് PM മുനീർ ഹാജി ചാനൽ റെഡിനോട് പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ PTH എന്ന പേരിൽ ഇപ്പോൾ ഇന്ന് PTH കേരളത്തിലുടനീളം അറിയപ്പെടുന്ന ഒരു സംഘടനയാണ്. പൂക്കോയത്തങ്ങൾ ഹോസ്പൈസ് എന്നാണ് ഇതിൻ്റെ നാമീകരണം. ബഹുമാനനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ 2020 ആഗസ്റ്റ് 15-നാണ് ഈ സംരംഭം ആതുര സേവന രംഗത്തേക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ കൊണ്ടുവന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 52 യൂണിറ്റ്, 50-ലധികം യൂണിറ്റായി കേരളത്തിൽ തന്നെ. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. കാസർഗോഡിൻ്റെ യൂണിറ്റ് 11ാമത്തെ യൂണിറ്റാണ്. കാസർഗോഡ് മണ്ഡല അടിസ്ഥാനത്തിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അത് വർഷത്തിലൊരു പ്രാവശ്യം നേതാക്കളെയൊക്കെ ഈ രോഗികളെ ഒന്ന് സന്ദർശിക്കാനും നമ്മുടെ വോളണ്ടിയർമാർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനും അതോടൊപ്പം രോഗികൾക്ക് എത്രമാത്രം സാന്ത്വനമാണ് നമ്മൾ മുഖേന ലഭിക്കുന്നത് എന്ന് നേരിട്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും മറ്റു നേതാക്കളും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റമദാനിന് മുമ്പ് ഈ രീതിയിലൊന്ന് ഗൃഹസന്ദർശനം എന്ന രീതിയിൽ കാസർഗോഡ് യൂണിറ്റ് വെച്ചത്. അപ്പോൾ തീർച്ചയായും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോ വീടുകളിലേക്കും വരുമ്പോൾ ഇന്നിവിടെ ഇപ്പോൾ നമ്മൾ കണ്ട് ഇറങ്ങിയ വീട് എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പം പൊതുരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമീർ എന്നൊരു വ്യക്തിയാണ്. ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനായിട്ട് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാൾ. എല്ലാ അർത്ഥത്തിലും എന്നെക്കാളൊക്കെ വയസ്സിന് പ്രായം കുറഞ്ഞ ഇവരെയൊക്കെ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു അസുഖബാധിതനായി ഇവിടെ കിടക്കുകയാണ്. വീട്ടിൻ്റെ അകത്ത് കുറേ കാലമായി കിടപ്പ് രോഗിയാണ്. അല്ലാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗികൾക്ക് ഒരു ആശ്വാസം, ഒരു സാന്ത്വനം ആവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന് പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ വോളണ്ടിയർമാർ ഒരു വലിയ നല്ല സേവനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊക്കെ ഇപ്പോൾ നേതാക്കൾക്ക് ആൾക്കാർ മനസ്സിലായിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളാണ് നാളേക്കൊരു നമുക്കൊരു മുതൽക്കൂട്ടായിട്ടുണ്ടാവുക.
അവർക്കൊരു സാന്ത്വനമാവുക, അതോടൊപ്പം അവർക്കൊരു സമാധാനം കൊടുക്കുക. എത്രയോ രോഗികളെ നമുക്ക് കൈപിടിച്ച് ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാസർഗോഡ് യൂണിറ്റിൽ തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 700-അധികം രോഗികളാണ് ഈ യൂണിറ്റിൻ്റെ കീഴിൽ തന്നെ പ്രചരണത്തിലുള്ളത്. നമുക്കറിയാം അതൊക്കെ വലിയൊരു സേവനമാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. തീർച്ചയായും ഇത്തരം ഒരു സംവിധാനം കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ ഇത് 50 യൂണിറ്റുകൾ, 5000-ഓളം വളണ്ടിയർമാർ, 50 യൂണിറ്റുകൾ, എത്രയോ രോഗികൾ, 5000-ലധികം രോഗികൾ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. നമുക്കറിയാം അത്ര ഒരു സംവിധാനം ലോകത്ത് തന്നെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിങ്ങനെ വളർന്നു വരികയാണ്. ഇന്നലെയും ഒരു വളണ്ടിയർ യൂണിറ്റ് ആരംഭിച്ചു. അപ്പോൾ കേരളത്തിൽ അത് ഇങ്ങനെ വളർന്നു വരികയാണ്. ഇത് കണ്ടതോടെ ബാക്കിയുള്ള മേഖലകളിലൊക്കെ ഇന്ന് ഇപ്പോൾ ഉദുമ മണ്ഡലത്തിൽ, കാസർഗോഡ് മണ്ഡലത്തിൽ 7 യൂണിറ്റ് ഉണ്ട്. ഉദുമ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു യൂണിറ്റും കൂടി തുടങ്ങാൻ പോവുകയാണ്. നാളെ അതിൻ്റെ യോഗമുണ്ട്. തീർച്ചയായും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാനും അതിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കാണുന്നത്. ഈ മഹത്തായ സംരംഭത്തിന് പിന്തുണയുമായി നാടിന്റെ പ്രിയപ്പെട്ട നേതാക്കളും ഒത്തുചേർന്നു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് AM കടവത്ത്, മണ്ഡലം പ്രസിഡന്റ് മാഹീൻ കേളോട്ട്, ട്രഷറർ KV കുഞ്ഞാമു ഹാജി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹാഷിം കടവത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സാന്നിധ്യമായി. കൂടാതെ കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KM ബഷീർ, ജനറൽ സെക്രട്ടറി ഹമീദ് ബദിര, PTH ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ, ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി തുടങ്ങിയവരും ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷികളായി. രോഗികൾക്ക് സാന്ത്വനമേകുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യമെന്ന് ചടങ്ങിൽ സംബന്ധിച്ച മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹീൻ കേളോട്ട് അഭിപ്രായപ്പെട്ടു. ആളുകൾ കിടപ്പിലായ രോഗികൾ, നമ്മുടെ ബെഡിലായ ആളുകളെയാണ് ഇപ്പോൾ നമ്മുടെ PTHന്റെ ടീം സന്ദർശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ രോഗികളെ സാന്ത്വനിപ്പിക്കുക എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ PTH നടത്തുന്ന ഈ സേവനം വലിയ ഒരു സേവനമാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അതായത് നമ്മുടെ ഈ ജില്ലയിൽ തന്നെ പ്രത്യേകിച്ച് കാസർഗോഡ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ 7 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയിലും ധാരാളം ആളുകൾ കിടപ്പിലായ രോഗികൾ ധാരാളമുണ്ട്. അവർക്ക് ചിലപ്പോൾ മരുന്ന് കിട്ടുന്നുണ്ടാവില്ല, അവർക്ക് ഡ്രസ്സിങ് നടത്താൻ കഴിയുന്നുണ്ടാവില്ല, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ ഒരു തലോടൽ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ PTH ഇത് തുടങ്ങിയ കാലം മുതൽ നിരന്തരമായി രോഗികളെ, കിടപ്പിലായ ആളുകളെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മണ്ഡലം മുസ്ലിം ലീഗ് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വർഷങ്ങളായി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമാണ് PTH എന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം സാക്ഷ്യപ്പെടുത്തുന്നു. പൂക്കോയ തങ്ങൾ ഹോസ്പിസസ് ഒരുപാട് കാലങ്ങളായി കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുകയാണ്. കാസർഗോഡ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 500ഓളം കിടപ്പ് രോഗികളാണ് നിലവിലുള്ളത്. മുനിസിപ്പാലിറ്റി അതിൻ്റേതായ രൂപത്തിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാസർഗോഡ് നഗരസഭ നടത്തുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും കൂടുതൽ ആശ്വാസം എന്ന് പറയുന്നത് PTH ഒരുപാട് മഹത്തായ പ്രവർത്തനം, കിടപ്പിലായ രോഗികൾക്ക് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എല്ലാ രോഗികൾക്കും വളരെ നല്ല രീതിയിലുള്ള വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ വാർഡുകളിലും കൃത്യമായ രീതിയിൽ തന്നെ ഓരോ മാസവും കൃത്യമായിട്ടുള്ള പരിചരണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് കാസർഗോഡ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയും ഒരുപാട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജനങ്ങളും ഈ പ്രവർത്തനത്തെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്നതിൽ ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഇടപെടലായി PTH മാറുകയാണെന്ന് ജില്ലാ കോർഡിനേറ്റർ ജലീൽ കോയ പറയുന്നു. കാസർഗോഡ് മണ്ഡലത്തിൽ പോലത്തെ കാസർഗോഡ് യൂണിറ്റ് പോലത്തെ മുനീറാജി, അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ള മൊയ്തീൻ കൊല്ലമ്പാടി, അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാക്കൾ AM കടവത്ത്, അതുപോലത്തെ വോളണ്ടറി ഖജാൻജി കുഞ്ഞാമു സാഹിബ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഗൃഹസന്ദർശനം ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തപ്പെടുന്ന ഒരു ഗൃഹസന്ദർശനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ എല്ലാ യൂണിറ്റിലും എല്ലാ വീടാന്തരും PTHന്റെ വോളണ്ടിയർമാരോ അതുപോലെ തന്നെ സിസ്റ്റർമാരോ ഡോക്ടർമാരോ ഒക്കെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. സർവശക്തൻ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി സാദിഖലി തങ്ങൾ പറയുന്നുള്ളത്
ഇന്ന് കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്ന വേൾഡ് തലത്തിൽ ഏറ്റവും വലിയ യൂണിറ്റാണ് PTH എന്ന് എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നുള്ളത്. കാസർഗോഡിന് മണ്ണിൽ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ് PTHും അതിൻ്റെ അമരക്കാരനായ PM മുനീറാജിയും. ഈ സ്നേഹയാത്ര ഇനിയും തുടരട്ടെ. വേദനിക്കുന്നവർക്ക് ആശ്വാസമായി, ഇരുളിൻ്റെ വെളിച്ചമായി. നന്ദി.